ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേർട്ടിൽ വൈനൊക്കെ ഞാൻ സെറ്റ് ചെയ്യാൻ പോണേ കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ ടേർട്ടിൽ വൈൻ്റെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് കിടക്കണമായിരുന്നു കേട്ടോ. അതെല്ലാനും വേനൽക്കാലം ആയപ്പോഴേക്കും കരിഞ്ഞു പോയി. ഈ മഴക്കാല സമയത്ത് നമുക്ക് നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ടേർട്ടിൽ വൈൻ. പെട്ടെന്ന് തന്നെ പിടിക്കുകയും നല്ല രീതിയിൽ ഹാങ് ചെയ്ത് വരികയും ചെയ്യും. നല്ല ഭംഗിയുമാണ് കേട്ടോ കാണാൻ വേണ്ടി. പ്രത്യേകിച്ച് ഒരു കെയറിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. കാരണം കണ്ടു ഇതിൻ്റെ ഹാങ് ചെയ്ത് വരുന്ന ആ സ്റ്റെംസിലൊക്കെ മൊത്തം റൂട്ട്സ് ഉണ്ട് കേട്ടോ. എൻ്റെ ഗാർഡനിൽ കൂടുതൽ ലീഫി പ്ലാന്റ്സ് ആണ്. എനിക്ക് ലീഫി പ്ലാന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ ഗാർഡനിൽ നല്ല പച്ചപ്പായിട്ട് നിൽക്കണ കാണാനാണ് എനിക്കിഷ്ടം. മഴയായത് കാരണം കൂടുതലും ഇങ്ങനെ പച്ച കളറായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഗാർഡൻ. പിന്നെ പൂക്കളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ നല്ലതുപോലെ കിട്ടണം. മഴക്കാലത്ത് ശരിക്കും ലീഫി പ്ലാന്റ്സ് ആണ് നമുക്ക് ഗാർഡനിൽ നടാൻ വേണ്ടി ഏറ്റവും നല്ലത് കേട്ടോ. ഇത് ഫിലാഡെൻഡ്രോൺ ഉണ്ട്, ബിഗോണിയ പ്ലാന്റ്, അതൊക്കെ ലീഫി പ്ലാന്റ്സ് ആണ്. ഫ്ലവേഴ്സ് ഉണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ഫ്ലവർ മാത്രമേ ഉള്ളൂ അതിലൊക്കെ. അലേരിയ പ്ലാന്റ്, അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഫ്ലവേഴ്സ് എന്ന് പറയാൻ വേണ്ടി കണ്ട് പെറ്റൂണിയ പ്ലാന്റ് ആണ്. അത് ഞാൻ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഹാങ് ചെയ്തിട്ടേക്കുന്നതാണ്. അത് കാരണം വെയിൽ അവിടെ കിട്ടും കുറച്ച്. ബോസ്റ്റൺ ഫേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈർപ്പം വേണ്ട ഒരു പ്ലാന്റ് ആണ്. ഇതൊക്കെ ഈ ടൈമിൽ ഈ മഴയുടെ സമയത്ത് നടാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ബോസ്റ്റൺ ഫേൺ, ടേർട്ടിൽ വൈൻ, അതെല്ലാനും അങ്ങനെ നമുക്ക് നടാൻ പറ്റിയതാണ്. തണുപ്പ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പഴയ ഇരുന്നിച്ച് 2 പോട്ട് ഉണ്ടായിരുന്നേ. അതിലേക്ക് ചാണകപ്പൊടിയും കൽപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആ ഹോൾസ് അങ്ങനെ മണ്ണ് വന്ന് അടഞ്ഞു പോകത്തില്ല. ചാണകപ്പൊടി കിടക്കണ കാരണം ഇങ്ങനെ കുതിർന്നിരുന്നോളൂല്ലോ. പിന്നെ മുകളിലായിട്ട് നമുക്ക് കൽപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കൽപ്പൊടിയൊക്കെ ഇട്ട് അതിന് ശേഷം നമുക്ക് അങ്ങനെ വളങ്ങളൊന്നും വേറെ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ പ്ലാന്റ്സിന് മൊത്തം ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുള്ളേ. ഈ ചാണകപ്പൊടി വേനലാവുമ്പോഴേക്കും ഞങ്ങൾ വാങ്ങിച്ച് വെച്ചേക്കും കേട്ടോ മഴക്കാലത്തേക്ക് വേണ്ടി. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയായിട്ടൊരു പശുവിനെയൊക്കെ വളർത്തുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പറഞ്ഞ് വെച്ചേക്കും. 2 ചാക്ക് ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ടേർട്ടിൽ വൈൻ നടാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം വെറുതെ അങ്ങോട്ട് ആ മണ്ണിലേക്ക് വെച്ച് കൊടുത്താൽ പോലും പിടിക്കുന്നൊരു പ്ലാന്റാണ്, നിറയെ റൂട്ട്സ് ഉള്ള കാരണം. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് ഹാങ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ആ ഹാങ്ങിങ് പോർഷൻ താഴേക്ക് വീഴണ രീതിയിൽ അരികത്തായിട്ട് ഇങ്ങനെ ആദ്യം ചുറ്റിനും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നടുക്ക് പിന്നെ കുറച്ച് ടേർട്ടിൽ വൈൻ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഹാങ് ചെയ്യണ ആ ടൈയില്ലേ, അതിനകത്തേക്ക് ആ പോട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ ടൈ അങ്ങോട്ട് കയറ്റാൻ നോക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ വെച്ചേക്കണം മുഴുവനും താഴേക്ക് വീണു പോവേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇതുപോലെ നമ്മൾ ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരും. പിന്നെ മുകളിലായിട്ട് കുറച്ചുകൂടി നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ ഇത് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം നനച്ച് കൊടുത്താൽ മതി. അല്ലാതെ പിന്നെ അങ്ങനെ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി, പൊടിയല്ല ചാണാൻ്റെ വെള്ളമില്ലേ, ചാണകപ്പൊടി കലക്കിയ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു കീടങ്ങളും അങ്ങനെ വരാത്തൊരു പ്ലാന്റാണ് ടേർട്ടിൽ വൈൻ. ഒരു കെയറിങ്ങിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. അത് ഞാൻ ആ ഫ്രണ്ട് പോർഷനിൽ നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡ് തന്നെയാണ്. ഇത് ഹാങ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞൊരു കർട്ടൻ പോലെ നമുക്കൊരു മറ പോലെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ. നല്ലൊരു മറയായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് കർട്ടൻ പ്ലാന്റാണ്. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതൊക്കെ ചീത്തായി പോയി. ഈ പ്ലാന്റ്സ് ഇതൊക്കെ ഇപ്പോൾ വെയിലായത് കാരണം ചെറുതായിട്ട് വെയിൽ കിട്ടിയിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കണതാണ് കേട്ടോ. മഴ പെയ്തിട്ട് മഴയൊക്കെ കൊണ്ടുകൊണ്ട് കൂടുതൽ ഫ്ലവേഴ്സും താഴേക്ക് വീണ് പോണേണ്. പിന്നെ ഈ കളറായിട്ട് നിൽക്കണ കാരണം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.